ഇന്ന് നമ്മൾ ബീഫ് വെച്ചിട്ട് ഇതുവരെ നമ്മൾ ട്രൈ ചെയ്യാത്ത രീതിയിലുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. വെറൈറ്റി ഒരു ഐറ്റമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്തോനേഷ്യയിലെ ട്രഡീഷണൽ ഐറ്റം ആയിട്ടുള്ള ബീഫ് രന്താങ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ടൊരു മസാലപ്പൊടിയുടെ ആവശ്യമുണ്ട്. ഇത് നമുക്ക് ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഇന്തോനേഷ്യയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്, പക്ഷേ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഓൺലൈനിൽ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് വെക്കണം, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഈ രണ്ട് ടൈപ്പിലുള്ളത് നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടോ അല്ലെങ്കിൽ ഗ്രേവി ആയിട്ടോ ഇത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പാക്കറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബീഫ് നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ആ ഒരു മസാല പാക്കറ്റ് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രേവിയാണ് അതിനകത്ത് ഉണ്ടാവുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് എപ്പോഴും നല്ല വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് ലെമണിൻ്റെ 2 ലീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ നമ്മൾ അടച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഒരു 3-4 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാല എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ. അടിപൊളി ആയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്